നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ആർ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഓപ്പറേറ്റേഴ്സ് നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയാം. നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് പഠിക്കുന്നുണ്ട്. ആ ഒരു കാറ്റഗറി ഓഫ് ഓപ്പറേറ്റേഴ്സ് തന്നെയാണ് നമ്മുടെ ആർ ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്പിൻ്റെ മുകളിലാണെന്ന് മാത്രം. Okay, so an operator is a symbol that tells a compiler to perform specific mathematical or logical manipulation. Our language is rich in built-in operators and provides following types of operators. ഓക്കെ, അപ്പം നമുക്ക് ഓരോ സ്പെസിഫിക് ടാസ്കുകൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് അല്ലേ. സോ നമ്മൾ ആർ ലാംഗ്വേജിന് നമ്മൾ നേരത്തെ കണ്ട ലാംഗ്വേജസിലൊക്കെ കണ്ടതുപോലെ തന്നെ കുറേ ഓപ്പറേറ്റേഴ്സ് ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഉണ്ട്. അതിന് വരുന്ന കുറച്ച് കാറ്റഗറി ഓഫ് ആർ ഓപ്പറേറ്റേഴ്സാണ് എന്തൊക്കെയാണ്: അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് മിസലേനിയസ് ഓപ്പറേറ്റേഴ്സ്. ഓരോ കാറ്റഗറി ഉണ്ട്. അതിൻ്റെ കൂടെ മിസലേനിയസ് ആയിട്ട് വരുന്ന എക്സ്ട്രാ ഓപ്പറേറ്റേഴ്സും ഉണ്ട്, അഡീഷണൽ ആയിട്ട് വരുന്ന. ഓരോ കാറ്റഗറി ആയിട്ട് നോക്കാം. ദ ഫസ്റ്റ് ഇസ് ദ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. പ്ലസ്, മൈനസ്, ആഡ്, സബ്ട്രാക്ട്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെയുള്ള കുറേ ഓപ്പറേറ്റേഴ്സാണ് നമ്മുടെ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ വരിക. ഓക്കെ, സോ following table shows the arithmetic operators supported by R language. The operators act on each element of the vector. നമ്മൾ അവിടെ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന നമ്മൾ ഇൻറ്റിജേഴ്സിന് മുകളിലോ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സിനും അങ്ങനെയുള്ള ഡാറ്റ ടൈപ്സ് അല്ലെങ്കിൽ ഡാറ്റയുടെ മുകളിലായിരുന്നു അല്ലേ. ബട്ട് ഹിയർ വി ആർ അപ്ലൈയിങ് ഓൺ വെക്റ്റേഴ്സ്. വെക്റ്റർ ഡാറ്റ ടൈപ്പിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ ഓപ്പറേറ്റേഴ്സും യൂസ് ചെയ്യുന്നത്. സോ പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ട്. ഇറ്റ് ഈസ് യൂസ് ടു ആഡ് ടു വെക്റ്റേഴ്സ്. രണ്ട് വെക്റ്റേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുകയാണ്. നമ്മളതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കാണാം നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നതെന്ന്. ഇതാ ഇപ്പോൾ നോക്കൂ, വി ടി എന്ന് പറഞ്ഞ രണ്ട് വെക്റ്റേഴ്സാണ് അല്ലേ. വി കൺസിസ്റ്റ് ഓഫ് വേരിയബിൾസ് 2, 5.5 ആൻഡ് 6. ആൻഡ് ടി എന്ന് പറയുന്ന വെക്റ്റർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ വേരിയബിൾ വാല്യൂസ് 8, 3 ആൻഡ് 4. നമ്മൾ കൊടുക്കുകയാണ് പ്രിൻറ്റ് വി പ്ലസ് ടി. എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് രണ്ട് എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് 2 + 8 10, 5.5 + 3 8.5, 6 + 4 10. ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുക. സിമിലർലി നെക്സ്റ്റ് ഇസ് എ സബ്ട്രാക്ട് ഓപ്പറേറ്റർ. ഇതേപോലെ തന്നെ രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഇടയിൽ സബ്ട്രാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് നമ്മുടെ മൈനസ് ഓപ്പറേറ്റർ. ഇതിൽ നമ്മൾ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും നോർമൽ സബ്ട്രാക്ഷൻ പോലെ തന്നെ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പർ മൈനസ് ചെയ്യും. ആൻഡ് ഇഫ് ദ സെക്കൻഡ് നമ്പർ ഇസ് ദി ഗ്രേറ്റസ്റ്റ് വൺ നമ്മൾ അവിടെ അതിൻ്റെ മുമ്പേ എന്തിടും, മൈനസ് സിമ്പിൾ ഇടണം. സാധാരണ സബ്ട്രാക്ഷൻ പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് കേട്ടോ. പിന്നെ വരുന്നത് നമ്മൾ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ സ്റ്റാർ ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് യൂസ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. വെക്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആണ്, ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ലാത്ത ഒന്നും ഡയറക്റ്റാണ്. നമ്മൾ ഇപ്പോൾ വി ടി എന്ന് പറഞ്ഞ രണ്ട് വെക്റ്റേഴ്സ് ആണെങ്കിൽ വി സ്റ്റാർ ടി എന്നാണ് കൊടുക്കുക കേട്ടോ. ദെൻ സ്ലാഷ് ഓപ്പറേറ്റർ. സ്ലാഷ് ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. സോ നമുക്ക് രണ്ട് വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ദ ഫസ്റ്റ് വെക്റ്റർ ഇസ് ഡിവൈഡഡ് ബൈ ദി സെക്കൻഡ് വെക്റ്റർ. അതാണ് അതിൻ്റെ മീനിങ് വരുന്നത് സ്ലാഷ് ഓപ്പറേറ്റർ. ഫസ്റ്റ് വെക്റ്ററിനെ നമ്മൾ സെക്കൻഡ് വെക്റ്ററാണ് റൺ ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ സി എന്ന് പറയുന്ന വെക്റ്ററിനെ വി എന്ന് പറഞ്ഞ വെക്റ്ററിനെ ടി എന്ന് പറഞ്ഞ വെക്റ്റർ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആൻഡ് അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസാണ് നമുക്കിവിടെ താഴെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മോഡ് ഓപ്പറേറ്റർ ഉണ്ട് അല്ലേ, പെർസെൻറ്റേജ്. ഇറ്റ് ഗീവ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇറ്റ് ഗീവ്സ് ദി റിമൈൻഡർ. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. രണ്ട് പെർസെൻറ്റേജ് കൊടുക്കുമ്പോഴാണ് നമ്മൾ റിമൈൻഡർ കണ്ടുപിടിക്കുന്നത് കേട്ടോ. 2% അങ്ങനെ ചെറിയ സിമ്പിൾസിന് കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. നമ്മൾ മറ്റേൽ 1% കൊടുക്കുക, ഇവിടെ നമ്മൾ 2% കൊടുക്കണം. ഇറ്റ് ഗീവ്സ് എ റിമൈൻഡർ ഓഫ് ദ ഫസ്റ്റ് വെക്റ്റർ ഫ്രം ദി സെക്കൻഡ്. അപ്പം നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ട് വെക്റ്റേഴ്സ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ഇല്ലേ, അതായിരിക്കും എന്തിലുണ്ടാവുക, ഈ വി പെർസെൻറ്റേജ് ടി എന്ന് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത്. Okay, and %/% ഉണ്ട്. And the result of division of first vector with second. നേരത്തെ നമ്മൾ അല്ലാണ്ടുള്ള റിമൈൻഡർ ആട്ടോ വരുന്നത്. ഫസ്റ്റ് വെക്ടറിനെ
സെക്കൻഡ് വെക്ടറിന് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ് വരുന്നത്. ആൻഡ് ഇവിടെ എന്താ പറയണത്, ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ പെർസെൻറ്റേജ് കൊടുക്കുന്നില്ലേ, അതിന് പകരം യൂസ് ചെയ്യുന്നതാണ് %/%. ഇവിടെ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് വെക്ടർ നമ്മൾ സെക്കൻഡ് വെക്ടർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമല്ലോ, അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു റിമൈൻഡർ, റിസൾട്ട് ഓഫ് ദി ഡിവിഷനാണ് എന്തിൽ വരുന്നത്, നമ്മുടെ %/%ൽ വരിക കേട്ടോ. പിന്നെ നമുക്ക് ഇതുണ്ട് റേസ് ടു ഒക്കെ കൊടുക്കുന്ന ഓപ്പറേറ്റർ ഇല്ലേ, അതിൽ നമുക്ക് ഫസ്റ്റ് വെക്റ്റർ റേസ് ടു ദ എക്സ്പൊണൻ്റ് ഓഫ് സെക്കൻഡ്. ഇപ്പോൾ നമുക്ക് 2 റേസ് ടു 3 അല്ലെങ്കിൽ 2 ക്യൂബ് 2 സ്ക്വയർ എന്നൊക്കെ അല്ലെങ്കിൽ 4 സ്ക്വയർ അങ്ങനെ കൊടുക്കണമെങ്കിൽ അവിടെ റേസ് ടു കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണത്. അപ്പോൾ ഇവിടെ നോക്കൂ, വി ടി ആണെങ്കിൽ വി ഇങ്ങനെ ഈ ഒരു ഓപ്പറേറ്റർ ടി എന്ന് കൊടുത്താൽ അതിൻ്റെ മീനിങ് എന്താ, വി റേസ് ടു 2 അങ്ങനെയാണ് അതിൻ്റെ മീനിങ് വരിക കേട്ടോ. വി റേസ് ടു 2 എന്നുള്ള മീനിങ് ആണ് വരിക. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ വേരിയസ് അരിത്മെറ്റിക് ഓപ്പറേറ്റർ. അതിൽ നമുക്ക് ആ ഒരു പെർസെൻറ്റേജ് മോഡ് ഓപ്പറേറ്റർ വരുമ്പോഴുള്ള ഡിഫറൻസാണ് നോക്കേണ്ടത്. റിമൈൻഡർ ആണെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് %/% ആണ്. അല്ലെങ്കിൽ വെറും 2% കൊടുത്താൽ റിമൈൻഡർ ആണ് വരുന്നത് കേട്ടോ. പിന്നെ റേസ് ടു ഓപ്പറേറ്റർ എക്സ്ട്രാ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ആർ ലാംഗ്വേജ്. പിന്നെ നമുക്ക് വരുന്ന സെക്കൻഡ് കാറ്റഗറി ഓഫ് ഓപ്പറേറ്റർ ഇസ് ദി റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് അല്ലേ. റിലേഷണൽ ഓപ്പറേറ്റർ നമുക്കറിയാം, ദേ ആർ യൂസ് ഫോർ കമ്പാരിസൺ അല്ലേ, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ വാല്യൂ നമുക്ക് എപ്പോഴും ട്രൂ ഫാൾസ് എന്നുള്ള അല്ലെങ്കിൽ ബൂളിയൻ വാല്യൂ ആയിരിക്കും എപ്പോഴും ഇതിൻ്റെ റിസൾട്ടായിട്ട് വരിക. ഓക്കെ, സോ following table shows the relational operators supported by R language. R languageൽ സപ്പോർട്ട് ചെയ്യുന്ന റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ് നമുക്കിവിടെ ഈ ടേബിളിൽ തന്നിട്ടുള്ളത്. ആൻഡ് ഈച്ച് എലമെൻറ്റ് ഓഫ് ദ ഫസ്റ്റ് വെക്റ്റർ ഇസ് കമ്പയർഡ് വിത്ത് ദ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഓഫ് ദി സെക്കൻഡ് വെക്റ്റർ. നമുക്കറിയാലോ, ഇപ്പോൾ വെക്റ്ററിൽ ഇപ്പോൾ നേരത്തെ കണ്ട എക്സാമ്പിൾസ് ഒക്കെ ആണെങ്കിൽ വെക്റ്റേഴ്സിലൊക്കെ എങ്ങനെയാണ് 3 എലമെൻറ്റ്സ് ഒക്കെ ഉള്ള വെക്റ്റേഴ്സാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ. സോ ഇവിടെ നമ്മൾ ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുമ്പം നമ്മളെങ്ങനെയാണ് കമ്പാരിസൺ നടക്കുന്നത്, ദ ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി ഫസ്റ്റ് വെക്റ്റർ ഇസ് കമ്പയർഡ് വിത്ത് ദി ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി സെക്കൻഡ് വെക്റ്റർ. അതുപോലെ അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടാണ് കമ്പാരിസൺ നടക്കുക കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദി ഗ്രേറ്റർ ദാൻ സിമ്പിൾ അല്ലേ. ഇറ്റ് ചെക്സ് greater than symbol checks if each element of the first vector is greater than the corresponding element of the second vector. എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് വെക്ടറിൻ്റെ എല്ലാ എലമെൻസും സെക്കൻഡ് വെക്ടറിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആയിട്ട് ഗ്രേറ്റർ ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യുക. സോ ഫസ്റ്റ് നോക്കൂ, 2, 8 കമ്പയർ ചെയ്യും, വെദർ 2 is greater than 8 അല്ല, സോ ഫാൾസ്. 5, 2 അല്ലേ, 5 is greater than 2, സോ അവിടെ ട്രൂ വരും. Then 5.5 2.5 ആണ്, സോറി. Then 6, 14 ട്രൂ ആണോ അല്ല, ഫാൾസ്. 9, 9 ഫാൾസ്. 9, 9 ഗ്രേറ്റർ അല്ല, ദേ ആർ ഈക്വൽ ആണ് അല്ലേ. സോ അവിടെ നമുക്ക് ഫാൾസ് എന്നാണ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വെക്റ്ററിലുള്ള ഓരോ എലമെൻറ്റ്സിനെയും സെക്കൻഡ് വെക്റ്ററിലുള്ള കറസ്പോണ്ടിങ് എന്ന് പറയാൻ കാരണം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് കേട്ടോ. ഫസ്റ്റ് പൊസിഷൻ ആണെങ്കിൽ ഫസ്റ്റും സെക്കൻഡ് ആ ഒരു ഓർഡറിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യും. ആൻഡ് ഇഫ് ഗ്രേറ്റർ ആണെങ്കിൽ ട്രൂ ആയിരിക്കും റിസൾട്ട് വരിക, അതർവൈസ് ഇറ്റ് റിട്ടേൺസ് ഫാൾസ്. സെയിം തന്നെ പക്ഷേ തിരിച്ച്. ദിസ് ഇസ് ദി എന്താ ചെക്ക് ചെയ്യുന്നത്, വെദർ ദ ഫസ്റ്റ് എലമെൻറ്റ്സ് ഓഫ് ദി ഫസ്റ്റ് വെക്റ്റർ, ഫസ്റ്റ് എലമെൻറ്റ്സ് അല്ല, എലമെൻറ്റ്സ് ഓഫ് ദി ഫസ്റ്റ് വെക്റ്റർ ഇസ് ലെസ് ദാൻ ദ എലമെൻറ്റ്സ് ഓഫ് ദി സെക്കൻഡ് വെക്റ്റർ. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ദിസ് ലെസ് ദാൻ ഓപ്പറേറ്റർ. ഇതും അതുപോലെ ഓരോരോ എലമെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ഡബിൾ ഈക്വൽ ടു. ഇറ്റ് ചെക്സ് ഇഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് ദി ഫസ്റ്റ് വെക്റ്റർ ഇസ് ഈക്വൽ ടു ദി കറസ്പോണ്ടിങ് എലമെൻറ്റ് ഓഫ് ദി സെക്കൻഡ് വെക്റ്റർ. രണ്ടും ഈക്വൽ ആണോ അല്ലയോ എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുക. ഈ ഒരു കേസിൽ നമുക്കറിയാം ലാസ്റ്റ് 9, 9 മാത്രമേ ഈക്വൽ വരുള്ളൂ അല്ലേ. സോ അവിടെ ട്രൂ വരും, ബാക്കി എല്ലാം എന്താ വരുന്നത്, ഇറ്റ് വിൽ ബി ഫാൾസ്. ദെൻ നെക്സ്റ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയുമ്പോൾ നമുക്ക് either either elements of the first vector should be less than or equal to the corresponding elements in the second vector.
അത് ഐദർ ഈക്വൽ ആവാം അല്ലെങ്കിൽ ലെസ് ആവാം. അപ്പോൾ നമുക്ക് അതിനുള്ള റിസൾട്ടാണ് വരിക. സിമിലർലി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് അതിൻ്റെ അതേപോലെ തന്നെ വരും കേട്ടോ. ആൻഡ് വൺ മോർ ഇസ് ദാറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു. നോട്ട് ഈക്വൽ ടു നമുക്കറിയാം അൺഈക്വൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് റിട്ടേൺസ് ട്രൂ, അതർവൈസ് ഇറ്റ് റിട്ടേൺസ് ഫാൾസ്. അപ്പോൾ ഈ എക്സാമ്പിൾ എന്താണ്? എക്സെപ്റ്റ് 9 അല്ലേ, 9 ഒഴികെ ബാക്കിയെല്ലാം എന്താണ്? ദേ ആർ അൺഈക്വൽ. സോ എന്താ റിസൾട്ട് വരിക? ട്രൂ ട്രൂ ട്രൂ, ഫാൾസ് എന്ന് വരും. ഓക്കെ, ആൻഡ് ദീസ് ആർ ദി റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ആൻഡ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൽ ഈ ഒരു രീതിയിലാണ് കമ്പാരിസൺ നടക്കുക. Okay, next comes the logical operators. നോക്കാം. Following table shows the logical operators supported by our language, and it is applicable only to vectors of type logical, numeric or complex. അപ്പോൾ ഇത് വെക്റ്റേഴ്സിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേറ്ററാണ് എന്ത്? ലോജിക്കൽ ഓപ്പറേറ്റർ. എന്ത് ടൈപ്പ് വെക്റ്റേഴ്സാണ്? ഇറ്റ് ക്യാൻ ബി ഐദർ ലോജിക്കൽ വെക്റ്റേഴ്സ് ആവാം, ന്യൂമറിക് വെക്റ്റേഴ്സ് ആവാം, ഓർ ഇറ്റ് ക്യാൻ ബി കോംപ്ലെക്സ് വെക്റ്റേഴ്സ്. Okay, all numbers greater than 1 are considered as logical value true. 1നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള എല്ലാ വാല്യൂസും എന്തായിട്ട് കൺസിഡർ ചെയ്യുക? ട്രൂ. 1 or more ഉള്ള എല്ലാ വാല്യൂസിനെയും ഇതിൽ ട്രൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. So each element of the first vector is compared with the corresponding element of the second vector, and the result of the comparison is a Boolean value. Similar to relational, നമ്മൾ റിലേഷനിൽ ചെയ്യുന്ന പോലെ തന്നെ ഇതൊരു കമ്പാരിസൺ ഓപ്പറേറ്റർ ആണല്ലേ ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഈ ഓരോ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഇറ്റ് ക്യാൻ ബി ഐദർ ട്രൂ ഓർ ഫാൾസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നതാണ് ആൻഡ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ. ഇറ്റ് ഇസ് കോൾഡ് എലമെൻറ്റ് വൈസ് ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ, ആൻഡ് ഇറ്റ് കമ്പൈൻസ് ഈച്ച് എലമെൻറ്റ് ഓഫ് ദി ഫസ്റ്റ് വെക്റ്റർ വിത്ത് എ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഓഫ് ദി സെക്കൻഡ് വെക്റ്റർ ആൻഡ് ഗീവ്സ് എ ഔട്ട്പുട്ട് ട്രൂ ഇഫ് ബോത്ത് ദ എലമെൻറ്റ്സ് ആർ ട്രൂ. എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് വെക്റ്ററിൻ്റെ ഓരോ എലമെൻറ്റിനെയും സെക്കൻഡ് വെക്റ്ററിലുള്ള കറസ്പോണ്ടിങ് എലമെൻ്റായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? രണ്ട് എലമെൻറ്റ്സും ഈക്വൽ ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ടും ട്രൂ ആണെങ്കിൽ, രണ്ടും ട്രൂ വാല്യൂ ആണോ നോക്കും. ഇപ്പോൾ 3 4 എന്ന് പറഞ്ഞാൽ എന്താ? 3 4 1നേക്കാളും ഗ്രേറ്റർ ആണ് അല്ലേ. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ട്രൂ. അപ്പോൾ രണ്ടും ട്രൂ ആണോ നോക്കും. രണ്ടും ട്രൂ ആണെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും അല്ലേ. ദെൻ 1 1 എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടും ട്രൂ ആണ് അല്ലേ. 1 or more ആണ് നമ്മൾ പറഞ്ഞത് ട്രൂ. സോ റിസൾട്ട് വിൽ ബി ട്രൂ. നെക്സ്റ്റ് നോക്കൂ, ട്രൂ ഫാൾസ് വരുമ്പോൾ ഒന്ന് ഫാൾസ് ആണ്. സോ ദ റിസൾട്ട് വിൽ ബി ഫാൾസ്. ദെൻ 2 + 3i ആൻഡ് 2 + 3i അഗെയിൻ അതും 1നേക്കാളും കൂടുതൽ വരുന്ന വാല്യൂ ആണ് അല്ലേ. സോ ഇറ്റ് റിസൾട്ട് വിൽ ബി ട്രൂ. അപ്പോൾ ഇവിടെ എന്താ? ആൻഡ് ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് വെക്റ്ററിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും സെക്കൻഡ് വെക്റ്ററുള്ള അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇഫ് ബോത്ത് ആർ ട്രൂ റിസൾട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഫാൾസ്. പിന്നെ വരുന്നതാണ് ഓർ ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് കോൾഡ് എലമെൻറ്റ് വൈസ് ലോജിക്. നമുക്കറിയാലോ ലോജിക്കൽ ആൻഡ് ലോജിക്കൽ ഓർ ഒക്കെ അല്ലേ. ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ ഇറ്റ് കമ്പൈൻസ് ഈച്ച് എലമെൻറ്റ് ഓഫ് ദി ഫസ്റ്റ് വെക്റ്റർ വിത്ത് എ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഓഫ് ദ സെക്കൻഡ് വെക്റ്റർ ആൻഡ് ഗിവ്സ് എ ഔട്ട്പുട്ട് ട്രൂ ഇഫ് വൺ ഓഫ് ദി എലമെൻറ്റ് ഇസ് ട്രൂ. ലോജിക്കൽ ഓർ ആണ് അല്ലേ. ഓർ എപ്പോഴാണ് ട്രൂ ആവുക? ഐദർ 1 ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി അല്ലേ. ഐദർ ഫസ്റ്റ് 1 സെക്കൻഡ് 1 ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ ദ റിസൾട്ട് വിൽ ഓൾസോ ബി ട്രൂ അല്ലേ. അതാണ് ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് not operator. It is called logical not operator and takes each element of the vector and gives the opposite logical value. ഈ നോട്ട് ഓപ്പറേറ്റർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു സിംഗിൾ വെക്റ്ററിൻ്റെ മുകളിലായിരിക്കും. ബാക്കി നമ്മൾ കണ്ട എല്ലാ അരിത്മെറ്റിക് ആയിക്കോട്ടെ, ഇപ്പോൾ കണ്ടിട്ടുള്ള അരിത്മെറ്റിക്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെ നമ്മൾ രണ്ട് വെക്റ്റേഴ്സിൻ്റെ മുകളിലാണ് ചെയ്യുന്നത് അല്ലേ. ബട്ട് നോട്ട് ഓപ്പറേറ്റർ ഇസ് അപ്ലൈഡ് ടു എ സിംഗിൾ വെക്റ്റർ. ഇതിലെന്താണ്? ആ വെക്റ്ററിൻ്റെ വാല്യൂ ട്രൂ ആണോ നോക്കും. വെക്റ്ററിലുള്ള ഓരോ എലമെൻറ്റ്സും ചെക്ക് ചെയ്യും. ട്രൂ ആണോ? ട്രൂ ആണെങ്കിൽ എന്താക്കി മാറ്റും? ഫാൾസ് ആക്കി മാറ്റും. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ഫാൾസ് അതിനെന്താ ചെയ്യുന്നത്? ട്രൂ ആക്കി മാറ്റും. ജസ്റ്റ് അതിനെ റിവേഴ്സ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഡബിൾ and double OR considers only the first element of the vectors and give a vector of single element as output. നോക്കുക,
ഒരൊറ്റ എലമെൻ്റ് ആയിട്ടാണ് ഔട്ട്പുട്ട് വരിക. അതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് എലമെൻറ്റ് വെക്റ്ററിൻ്റെ ഫസ്റ്റ് എലമെൻറ്റിനെ മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ എന്ന്. ഓക്കെ, ഇതാ 2 ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ലോജിക്കൽ ആൻഡ് operator and it takes first element of both the vectors and gives the true only if both are true. നമുക്ക് നേരത്തെ കണ്ടതിൽ എന്താണ്, നമ്മൾ ആ വെക്റ്ററിലെ എല്ലാ എലമെൻറ്റ്സും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ. ബട്ട് ഹിയർ വി ആർ ചെക്കിംഗ് ഓൺലി ദ ഫസ്റ്റ് എലമെൻറ്റ്സ് ഓഫ് ദി ടു വെക്റ്റേഴ്സ് വി ആൻഡ് ടി. എന്നിട്ട് രണ്ടും ട്രൂ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, അതിലേതെങ്കിലും ഒന്ന് ഫാൾസ് ആണെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. ബാക്കിയുള്ളത് നമ്മൾ കമ്പയർ ചെയ്യണേ ഇല്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് ഓർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ ട്രൂ വരും. ഇത് ഇപ്പോൾ ഈ കേസ് നോക്കൂ, വി ആണെങ്കിലും ടി ആണെങ്കിലും ഫസ്റ്റ് 2 എലമെൻറ്റ്സ് എന്താ 0 0 ആണ് അല്ലേ. അതിൽ പക്ഷേ ഒന്ന് 1 ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് 3 ആണെങ്കിൽ റിസൾട്ട് ട്രൂ ആയിരിക്കും വരിക. പക്ഷേ ഇവിടെ രണ്ടും 0 ആയതുകൊണ്ട് ദ റിസൾട്ട് ഇസ് ഫാൾസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. നമുക്ക് നോർമലി കാണുന്നത് ഈക്വൽ ടു മാത്രമാണ് അല്ലേ. ബട്ട് നമ്മളിവിടെ ഇതിന് മുമ്പേ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് അസൈൻ ചെയ്യാൻ തന്നെ ഡിഫറെൻറ്റ് രീതിയിൽ അസൈൻ ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് അസൈൻ ചെയ്യാൻ. അതുപോലെ ലെഫ്റ്റ് അസൈൻമെൻറ്റ് ഉണ്ട്, റൈറ്റ് അസൈൻമെൻറ്റ് ഉണ്ട് എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതേപോലെ തന്നെ ഇവിടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് കോൾഡ് ദി ലെഫ്റ്റ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ലെഫ്റ്റ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നമുക്ക് പല സിമ്പിൾസ് യൂസ് ചെയ്യാം. ഒന്ന് ലെസ്സും അതുപോലെ ഹൈഫണും, ദെൻ ഈക്വൽ ടു സിമ്പിൾ, അല്ലെങ്കിൽ ഡബിൾ ലെഫ്റ്റ് ഷിഫ്റ്റും ഹൈഫണും. ഇത് മൂന്നും നമ്മൾ യൂസ് ചെയ്യുന്ന ലെഫ്റ്റിലേക്ക് അസൈൻ ചെയ്യാം. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കാണാം. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉണ്ട്. അതിന് നമ്മൾ ഹൈഫണും ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ എന്താ വരുന്നത് ഹൈഫണും റൈറ്റ് ഷിഫ്റ്റും. ഓക്കെ, പിന്നെ വരുന്ന മിസലേനിയസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. കോളൻ ഓപ്പറേറ്റർ ഉണ്ട്. കോളൻ ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നത്, ഇറ്റ് ക്രിയേറ്റ്സ് ദി സീരീസ് ഓഫ് നമ്പേഴ്സ് ഇൻ സീക്വൻസ് ഫോർ എ വെക്റ്റർ. ഒരു വെക്റ്ററിൽ നമുക്ക് സീരീസ് ഓഫ് നമ്പേഴ്സ് വേണം. അപ്പോൾ 2:8 എന്ന് പറഞ്ഞാൽ 2 മുതൽ 8 വരെയുള്ള എല്ലാ നമ്പേഴ്സുമാണ് പ്രിൻ്റ് ചെയ്ത് വരിക. അപ്പോൾ 1:10 എന്ന് പറഞ്ഞാൽ 1 2 3 4 5 അപ് ടു 10 വരെ പ്രിൻ്റ് ചെയ്യും. ഇവിടെ 2:8 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഫ്രം 2 ആൻഡ് എൻഡിങ് ടു 8 എല്ലാ നമ്പേഴ്സും പ്രിൻ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ സീരീസ് എന്ന് പറയുന്നുണ്ട്, ആ ഓർഡറിൽ തന്നെ വരും. സീരീസ് ഓഫ് നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് കോളൻ ഓപ്പറേറ്റർ. പിന്നെ percentage in percentage. This operator is used to identify if an element belongs to a vector. ഒരു എലമെൻറ്റ് ആ വെക്റ്ററിലുള്ള എലമെൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, percentage in percentage എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നോക്കൂ, ഇവിടെ എന്താ ഉള്ളത്, V1 ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട് 8, V2 നമ്മൾ 12 എന്നും കൊടുത്തിട്ടുണ്ട്. ടി എന്ന് പറയുന്ന വെക്ടറിൽ എന്തൊക്കെയാണുള്ളത്, 1:10 എന്ന് പറഞ്ഞാൽ 1 to 10, 1 2 3 അപ് ടു 10 വരെയാണ്. അപ്പോൾ V1 പെർസെൻറ്റേജ് ഇൻ പെർസെൻറ്റേജ് ടി ആണോ, ട്രൂ ആണോ, യെസ് ട്രൂ ആണ് അല്ലേ. നെക്സ്റ്റ് നോക്കൂ, V2 പെർസെൻറ്റേജ് ഇൻ പെർസെൻറ്റേജ് ടി, അത് ഇറ്റ് ഈസ് ഫാൾസ് ബിക്കോസ് 12 എന്ന് പറയുന്നത് ആ ടിയിൽ വരില്ല, അപ് ടു 10 വരെയാണ് ടിയിൽ വരുള്ളൂ അല്ലേ. സോ അത് ഫാൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യാം. പിന്നെ percentage ഉണ്ട്. ദിസ് ഓപ്പറേറ്റർ ഇസ് യൂസ്ഡ് ടു മൾട്ടിപ്ലൈ മെട്രിക്സ് വിത്ത് ഇറ്റ്സ് ട്രാൻസ്പോസ്. ഒരു മെട്രിക്സും ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആർ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന വേരിയസ് ഓപ്പറേറ്റേഴ്സ്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അസൈൻമെൻറ്റിൽ ശ്രദ്ധിക്കാം, 2 ടൈപ്പ് അസൈൻമെൻറ്റ് ഉണ്ട്. ലെഫ്റ്റ് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും റൈറ്റ് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും. ലെഫ്റ്റിലാണെങ്കിൽ ഈക്വൽ ടു വരുന്ന ലെഫ്റ്റ് അസൈൻമെൻറ്റ് കേട്ടോ. അങ്ങനെ 2 അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് മിസലേനിയസ് ഓപ്പറേറ്റേഴ്സ് വേറെയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വരുന്നത്. ആൻഡ് ഓൾ ദീസ് ഓപ്പറേറ്റേഴ്സ് ആർ അപ്ലൈഡ് അപ്പോൺ ദി വെക്റ്റർ. നമുക്കിവിടെ വെക്റ്റർ ഡാറ്റ ടൈപ്പാണ് ഏറ്റവും ബേസിക് ഡാറ്റ ടൈപ്പ് അല്ലേ. സോ വെക്റ്റർ ഡാറ്റ ടൈപ്പിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഓപ്പറേറ്റേഴ്സ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ.